ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവർ പാർത്തിരുന്ന ആ പ്രദേശത്ത് തങ്ങളുടെ ആട്ടിൻ പറ്റത്തിന് രാത്രിയാമത്തിൽ കാവൽ നിന്നിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ഇതാ ദൈവദൂതൻ അവരുടെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ തേജസ് അവരുടെ മേൽ പ്രശോഭിച്ചു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. മെശിഹായുടെ ദൈവത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം, അവൻ്റെ ജനനം, അത് എല്ലാ മനുഷ്യവർഗത്തിനും, പ്രത്യേകിച്ച് സമൂഹത്തിൽ അശരണരായവർക്കും അധസ്ഥിതർക്കും ദരിദ്രർക്കും എളിമയുള്ള ജീവിതം നയിക്കുന്നവർക്കും ഒരുപോലെ ഒരു സദ്വാർത്തയാണ് എന്ന വസ്തുത നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു വലിയ വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. പുൽക്കുടിലിൽ ആ പശുത്തൊട്ടിയിൽ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ, അത് കാണുവാൻ അർഹത ദൈവം നൽകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയർക്കാണ്. ദൈവം അവരെ തിരഞ്ഞെടുക്കുകയാണ് ഭൂമിയിലെ ആദ്യത്തെ മഹൽ വ്യക്തികളായി. ആ ദൂത് കേൾക്കുവാനും ആ ദൂതിനനുസരിച്ച് ദൈവം ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് കാണുവാനുള്ള ആ വലിയ ഭാഗ്യം ലഭിച്ച ആട്ടിടയർ. നമ്മൾ ചരിത്രത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ പ്രയത്നവും മനുഷ്യൻ്റെ പ്രതാപവും. അത് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല എന്നുള്ളത്. ലോകം അപ്രധാനമെന്ന് കരുതുന്ന ആളുകളെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പതിവായി ഉപയോഗിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ കൊരിന്ത്യർക്ക് എഴുതുന്നുണ്ട്: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന ആ ഒരു വാക്യം. ആ ഒരു വാക്യത്തിന്, ആ ഒരു പ്രമേയത്തിന് അനുസൃതമായി ഇവിടെ നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആ സദ്വാർത്ത ആദ്യം കേൾക്കുന്നത്. അത് രാജാക്കന്മാരോ പണ്ഡിതന്മാരോ പ്രഭുക്കന്മാരോ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ അവരാരുമല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു സാധു വിഭാഗം, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മാലാഖ സംഘത്തിൻ്റെ കാഴ്ച കാണുന്ന ആട്ടിടയർ. ദൈവമേ, അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന ആ എളിമയും ജീവിത വിശുദ്ധിയും ഞങ്ങൾ ഓരോരുത്തർക്കും നീ തരുവാനും, നിൻ്റെ ആ സദ്വാർത്ത ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യുവാനും, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിൻ്റെ സ്നേഹത്തിലും നിൻ്റെ സന്തോഷത്തിലും നിൻ്റെ സമാധാനത്തിലും നിറയുവാനും, ദൈവമേ, ആ സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയായി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മാറ്റുവാൻ നിൻ്റെ ജനനത്തിൻ്റെ ദൂത് ഞങ്ങളെ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.